നടനേക്കാൾ ഉപരി അതിനകത്ത് വർക്ക് ചെയ്യാനുള്ള ടെക്നിക്കൽ സംഭവം അത് എനിക്ക് തോന്നും. അല്ല, ഞാൻ പറയുന്നത് വെച്ചാൽ സിനിമ ശരിക്കും 20-ാം നൂറ്റാണ്ടിൻ്റെ ഒരു കലയാണ് എന്ന് പറഞ്ഞാൽ നാടകക്കാരെന്ന് പറയുന്നത് ദാരിദ്ര്യം പിടിച്ചാണെന്ന് പറയാം. സംഗതി ശരിയാണ്. കാരണം എന്താ വെച്ചാൽ അവന് കിട്ടുന്ന റെക്കമെൻഡേഷൻ അത്ര ചെറുതാണ്. പിന്നെ ഇത് എപ്പോഴും പരിപാടി സീസണായി കഴിഞ്ഞാൽ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ആ നാടകത്തിൻ്റെ സംബന്ധിച്ച് കണ്ടമാനം ദാരിദ്ര്യം അനുഭവിച്ചാണ്. കണ്ടമാനം വീട്ടുകാരെടുത്തുനിന്നും നാട്ടുകാരെടുത്തുനിന്നൊക്കെ എനക്ക് വേറെ പണിയില്ല അങ്ങനെ ചോദിക്കുമല്ലോ. പിന്നെ അപ്പൊ ഈ നാടകത്തിൽ നിന്ന് ചേട്ടൻ ഈ സിനിമയിലേക്ക് വന്നപ്പം എന്തൊക്കെ ഗുണങ്ങൾ ചേട്ടൻ ഉണ്ടായിട്ടുണ്ട്? ഇതിനകത്ത് നമുക്ക് ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ പല മെച്ചങ്ങളും ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഗുണങ്ങളെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ സന്തോഷങ്ങളാണ് കുറേ കാര്യങ്ങൾ. ഒന്ന്, നമ്മളെല്ലാവരും പെട്ടെന്ന് അറിയപ്പെടുന്നുണ്ടെന്നല്ല, നാടകത്തിനേക്കാൾ ഉപരി സിനിമയിലായാൽ തന്നെ എല്ലാവരും അറിയുന്നുണ്ട്. എങ്ങനെയായാലും നമ്മൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ ചിലവരിങ്ങനെ നോക്കും. അപ്പം നമുക്ക് തോന്നുന്നു നമ്മുടെ സിനിമയിൽ അഭിനയിച്ചതിനെ കൊണ്ടാണ് നോക്കുന്നത്. നമ്മുടെ മലയാള സിനിമ അടിച്ച് കയറി വന്നുകൊണ്ടിരിക്കുക. അപ്പം പക്ഷേ നമുക്ക് സിനിമയെപ്പോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്, നാടകം. നമ്മളിപ്പോൾ എവിടെ ഏതൊക്കെ സിനിമകൾ അല്ലെങ്കിൽ തിയേറ്ററിലാണെങ്കിലും ഇനി ടെലിവിഷനിലാണെങ്കിലും നമ്മൾ എന്തൊക്കെ കണ്ടാലും നമുക്ക് നാടകം കാണണം. അല്ലെങ്കിൽ ഒരു ഉത്സവം നടക്കുന്നു, നമുക്ക് നാടകം കാണണം, അങ്ങനെ ഒരു തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും നാടകം കാണാൻ പോകാറുണ്ട്. അപ്പം സിനിമയും നാടകവും ഒക്കെ അരച്ച് കലക്കി കുടിച്ച ഒരു സൂപ്പർ ഹീറോ നമ്മുടെ കൂടെ ഉണ്ട്, നമ്മുടെ സ്വന്തം ജയരാജേട്ടൻ. അപ്പോൾ ജയരാജേട്ടനെ ഈ ഷോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മാറ്റിനി ലൈവിലേക്ക് സ്വാഗതം. താങ്ക് യു. ജയരാജേട്ടാ, ശരിക്കും എനിക്ക് തോന്നുന്നത് നാടകമാണോ സിനിമയാണോ ജയരാജേട്ടന് കൂടുതൽ ഇഷ്ടം? നാടകത്തിൻ്റെതായ ഒരിതും സിനിമയ്ക്ക് സിനിമേൻ്റെതായ ഒരു ഇതുമാണുള്ളത്. രണ്ടും തന്നെയാണെന്ന് എൻ്റെ അഭിപ്രായത്തിൽ. പക്ഷേ നാടകം കുറച്ചും കൂടെ ആൾക്കാർക്ക് ലൈവ് അല്ലേ. നമ്മളിപ്പോൾ സിനിമ എന്ന് പറയുമ്പം ഒരു ഡയറക്ടർ പറയുന്നു, നമ്മൾ അതിനനുസരിച്ച് കട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ കുറേ ഇമോഷൻസ് നമ്മൾ അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നു. പക്ഷെ നാടകം എന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെ ആരുമില്ല, എല്ലാവരും പറയുന്നു ഓക്കെ, നമ്മൾ സബ്ജക്റ്റ് വായിച്ചു, അല്ലെങ്കിൽ നമ്മളെല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി, അതിനുശേഷം നമ്മൾ സ്റ്റേജിൽ കയറുകയാണ്, പിന്നെ നമ്മൾ മാത്രമാണ് പെർഫോം ചെയ്യുന്നത് അല്ലേ? അപ്പോൾ സിനിമ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് ഇൻസ്ട്രക്ഷൻ തരാൻ ഒരാളുണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ. അപ്പം എന്താണ് ഇതിൻ്റെ ശരിക്കും ജയരാജനെ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്? ഏതാണ് ശരിക്കും നമ്മൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? അപ്പോൾ അത് നാടകത്തിലാണോ നമുക്ക് സിനിമയിലാണോ കൂടുതലായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് തോന്നിയിട്ടുള്ളത്? ഇത് ഞാൻ പറയാം, രണ്ട് മീഡിയ ആണ്. ഓക്കെ. അതായത് പിന്നെ എനിക്ക് തോന്നുന്നു നാടകം എന്ന് പറയുമ്പം നമ്മൾ കുറേ ദിവസം റിഹേഴ്സൽ എടുത്ത് ഒരേ സബ്ജക്റ്റിൽ തന്നെ കുറേ റിഹേഴ്സൽ എടുത്ത് മാസങ്ങളോളം റിഹേഴ്സൽ എടുത്ത് അതിൻ്റെ ഡയലോഗ്സ് മുഴുവൻ പഠിച്ച് അതിൻ്റെ ഓരോ ഭാഗങ്ങളും നമ്മൾ പഠിച്ച് അപ്പം ഒരുപാട് ഡയറക്ടർമാരും എല്ലാവരും നമുക്ക് പല ഇത് തന്നുകൊണ്ട് സ്റ്റേജിൽ മേലെ കയറി കഴിഞ്ഞാൽ പിന്നെ നടന്നതാണ് നാടകം. പിന്നെ അവിടെ കർട്ടൻ ഇട്ട് കഴിയുന്ന വരെ ആർക്കും സ്റ്റേജിൽ കയറി വരാനോ അത് അങ്ങനെയല്ല ഇങ്ങനെയൊന്നും പറയാൻ യാതൊന്നും കൊടുത്തില്ല. പിന്നെ നടൻ്റെ കയ്യിലാണ്. അപ്പോൾ അതെങ്ങനെ വെച്ചാൽ അതങ്ങോട്ട് തുടങ്ങി. പക്ഷെ അത്രയും കാലത്തെ റിഹേഴ്സലും അത്രയും കാലത്തെ അയാളുടെ ആ ഒരു നാടകത്തിൻ്റെ തീമും ഇതും എല്ലാം കൂടി റിഹേഴ്സലും അതിൻ്റെ പ്രാക്ടീസും അതിൻ്റെ എക്സസൈസും എങ്ങനെ ചെയ്ത് ഇങ്ങനെ അതായിട്ടിങ്ങനെ ഒരു കുഴമ്പ് രൂപത്തിലായിട്ടുണ്ടാവും നടനും സ്ക്രിപ്റ്റും പിന്നെ ഇതിൻ്റെ റോളും എല്ലാം കൂടി തമ്മിൽ. അതങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരു കുഴമ്പുമായി ഇതങ്ങനെ പോവുക തന്നെയാണ്. സിനിമേൻ്റെ രീതി അങ്ങനെയല്ലല്ലോ. സിനിമേൻ്റെ രീതി നമുക്ക് ചിലപ്പം ലാസ്റ്റ് ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടെടുത്ത് അല്ലെങ്കിൽ ഫസ്റ്റ് ഭാഗത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കട്ടിങ് ഇതായിട്ട് വേണമല്ലോ. നമ്മളെടുക്കുന്ന റോളിൻ്റെ അപ്പുറം ഇപ്പുറം മാത്രമേ നമ്മൾ ശരിക്കും ചോദിക്കാറുള്ളൂ ഡയറക്ടറോട്. ഇതിൻ്റെ മുമ്പിലെ സീൻ എന്താണ്, അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിലെ സീൻ എന്താണ്, മൊത്തത്തിലൊന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവും. എന്നിട്ട് നമ്മളത് വെച്ചിട്ട് പിന്നെ അതുമല്ല എനിക്കിത് സിനിമക്ക് എന്ന് പറയുമ്പം നടനേക്കാൾ ഉപരി അതിനകത്ത് വർക്ക് ചെയ്യാനുള്ള ടെക്നിക്കൽ സംഭവം അത് എനിക്ക് തോന്നും. അല്ല, ഞാൻ പറയുന്നത് വെച്ചാൽ സിനിമ ശരിക്കും 20-ാം നൂറ്റാണ്ടിൻ്റെ ഒരു കലയാണ് എന്ന് പറഞ്ഞാൽ നമ്മളെ പല കാര്യങ്ങളും യന്ത്രവൽക്കരിക്കപ്പെട്ടതോടുകൂടി, അതായത് നമ്മുടെ കാർഷിക രംഗം എല്ലാ രംഗങ്ങളും 20-ാം നൂറ്റാണ്ടോട് കൂടിയിട്ടാണ് ശരിക്കും യന്ത്രവൽക്കരിക്കപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ കലയും
യന്ത്രവൽക്കരിക്കപ്പെടുമ്പോഴാണ് സിനിമ നടത്താനുണ്ടാവുന്നത്. ഓക്കെ ഓക്കെ. കാരണം നാടകത്തിൻ്റെ അകത്ത് അല്ലെങ്കിൽ പാട്ടിൻ്റെ അകത്ത് നമ്മുടെ സംഗീതത്തിൻ്റെ അകത്ത് യന്ത്രവൽക്കരിക്കപ്പെടണം എന്ന് പറഞ്ഞാൽ പിന്നെ സിനിമയിലൊക്കെ ക്യാമറ, ലെൻസ്, ലൈറ്റ് എന്ന് പറയുന്ന യന്ത്രങ്ങളും പാട്ടിനകത്തേക്ക് ആംപ്ലിഫയർ അല്ലെങ്കിൽ മൈക്ക് തീക്കുന്ന സാധനം ഇങ്ങനെ യന്ത്രവൽക്കരിക്കപ്പെടുമ്പോഴാണ് സിനിമ എന്ന് പറഞ്ഞ സാധനം ശരിക്കേണ്ടത്. അത് 12ാം നൂറ്റാണ്ടിലെ കലയിൽ വെച്ചത് ഏറ്റവും ചെറുപ്രായമുള്ള സാധനമാണ് സിനിമ എന്ന് പറയുന്ന കല എന്ന് പറയുന്നത്. അപ്പം അതിൻ്റേതായ ഒരു കുട്ടിത്വമുണ്ട്. ഈ യന്ത്രവും കലയും കൂടി ഒന്നിച്ചു കൊണ്ടുപോകുന്നതാണ് സിനിമയിൽ വിജയിക്കാനും പറ്റുന്നത്. ഞാൻ ഈ കൊറോണ കാലത്ത് നാടക പുരാണം എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ചെയ്തിരുന്നു. നാടകപുരാണം എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് എനിക്ക് ഒരുപാട് നാടകക്കാരെ കുറിച്ച് വായിക്കാനും പഠിക്കാനും വേണ്ടി സമയം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ എന്താ സ്ഥിതി വെച്ചാൽ ഫസ്റ്റിൽ വരുന്ന ഒരു നടൻ ഏറ്റവും വലിയ ഗായകനാവണം. അന്ന് ഗായകനെ മാത്രമേ നടന് സാധ്യതയുള്ളൂ. എത്ര നന്നായി പാടുന്നോ അത്രയും നല്ല നടനാണ്. അപ്പോൾ ഫസ്റ്റില്ലാതെ അദ്ദേഹം വന്ന് രംഗത്ത് പാടുന്നതാണ് കാണികൾ ഇയാൾ നടനാണോ അല്ലേന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെ ഉണ്ടായിരുന്നു. അത് പിന്നെ യന്ത്രവൽക്കരിക്കപ്പെടുമ്പം അതിൻ്റേതായ ആവശ്യങ്ങളില്ലാതെ വന്ന്, കാരണം പാട്ടിന് വേറെ തന്നെ ആളുണ്ട്, എല്ലാത്തിനും സെപ്പറേറ്റ് ആൾ വന്ന ശേഷം അതിൻ്റേതായ ആവശ്യമില്ലാതെ വന്നു. അപ്പോൾ അതും യന്ത്രവും ഞാൻ പറഞ്ഞില്ല കലയും തമ്മിൽ ഒപ്പിച്ചു കൊണ്ട് പോകാൻ പറ്റുന്നതിന് മാത്രമേ പിന്നെ അന്നത്തെ സംഗീതജ്ഞനായാലും അന്നത്തെ നടനായാലും മുന്നോട്ട് പോകാൻ പറ്റിയിട്ടുണ്ട്. അല്ലാത്ത ഒരുപാട് പകുതി വഴിക്കുന്ന പോയിട്ടുണ്ട്. കാരണം അന്ന് ഞാൻ മനസ്സിലാക്കിയ നടന്മാരൊക്കെ അതിഭീകരന്മാരായ നടന്മാരൊക്കെ സിനിമ വന്നപ്പോൾ നിൽക്കാൻ പറ്റിയില്ല. കാരണം എന്താ വെച്ചാൽ അയാൾക്ക് യന്ത്രവുമായിട്ട് പുതിയ മീഡിയമായിട്ട് കണക്ട് ചെയ്ത് പോകാൻ പറ്റാത്തതിനെ കൊണ്ടാണ്. അവർ ഇതാവായിട്ടല്ല, നടന്മാരല്ലാത്തതിനെ കൊണ്ടല്ല, പക്ഷെ രണ്ടും കൂടി മിക്സ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്തതിനെ കൊണ്ടാണ്. ജയറായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, പണ്ടൊക്കെ ചില ആൾക്കാർ പറയും ഇപ്പോൾ കല്യാണാലോചന വരുന്ന സമയം ഒരു പെണ്ണിൻ്റെ കല്യാണാലോചന വരുക, അപ്പോൾ ആ സമയത്ത് ചെറുക്കൻ നാടകക്കാരനാണ് എന്ന് പറയുമ്പോൾ അന്നത്തെ കാലത്ത് നാടകക്കാരനാണോ? ഇപ്പം നാടകങ്ങൾക്ക് അപ്പം അത്രയും ഒരിത്, പക്ഷേ സിനിമാക്കാരനാണ് എന്ന് പറഞ്ഞാൽ ഓക്കെ. ആ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ ഇത് മാറുന്നതിനെ പറ്റി എന്താണ് ജയരാജന് തോന്നിയിട്ടുള്ളത്? അത് അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്താണ് ശരി, നാടകക്കാരെന്ന് പറയുന്നത് ദാരിദ്ര്യം പിടിച്ചവനാണെന്ന് പറയാം. എല്ലാവരും പറഞ്ഞ് ഞാൻ കേട്ടു. സംഗതി ശരിയാണ്. കാരണം എന്താ വെച്ചാൽ അവന് കിട്ടുന്ന റെക്കമെൻഡേഷൻ അത്ര ചെറുതാണ്. പിന്നെ ഇത് എപ്പോഴും പരിപാടി സീസണായി കഴിഞ്ഞാൽ മാത്രമേ ഉണ്ടാവുള്ളൂ. മഴക്കാലം കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും വീട്ട് കുത്തിരിക്കാൻ എല്ലാവരും പറയും മറ്റേ നാടകക്കാരൻ, ചെറുക്കൻ നാടകക്കാരനാണോ? അപ്പോൾ പിന്നെ പ്രശ്നം ആ ഒരു രീതിയിലേക്ക്. പിന്നെ വേറെ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ നാടകക്കാരനാണെങ്കിലും കുഴപ്പമില്ല അങ്ങനെ പറയുന്നൊരു. പക്ഷെ സിനിമാക്കാരനാണെങ്കിൽ കുറച്ചും കൂടെ ജാടയായി ഇല്ലേ? അതെ, അതിൻ്റെ എന്താ വെച്ചാൽ അത് ഒന്നും കൂടി അയാൾ എക്സ്ട്രാ ആളാണ്. പിന്നെ അതുപോലെ സാമ്പത്തികം, സിനിമ എന്ന് പറയുമ്പം സിനിമാക്കാരനായാൽ മതി, പിന്നെ സാമ്പത്തികം ഉണ്ടാവും എന്ന ധാരണയിലാണ് അവർ പോകുന്നത്. അപ്പം അങ്ങനെ ഒരു ധാരണ ശരിക്കും ജയരാജൻ ഈ സിനിമയിലേക്ക് വരാൻ വേണ്ടിയിട്ട് അതൊരു ഇൻഫ്ലുവൻസ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ? എനിക്ക് അങ്ങനെ ഒരു സാമ്പത്തികത്തിൻ്റെ ഒരു പ്രശ്നം എനിക്ക് തോന്നിയില്ല. പക്ഷെ ആ നാടകത്തിൻ്റെ സമയത്ത് കണ്ടമാനം ദാരിദ്ര്യം അനുഭവിച്ചാണ്, കണ്ടമാനം വീട്ടുകാരെടുത്തുനിന്നും നാട്ടുകാരെടുത്തുനിന്നൊക്കെ എനക്ക് വേറെ പണിയില്ല അങ്ങനെ ചോദിക്കുമല്ലോ. പിന്നെ കാരണം നമ്മുടെ കൂടുതൽ ആൾക്കാരൊക്കെ അങ്ങനെ പഠിക്കുന്ന നാടകമാണെങ്കിലും സിനിമയാണെങ്കിലും കലാകാരന്മാർ മൊത്തത്തിൽ അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധിയാണിത്, എവിടെയെങ്കിലും എത്തുന്നോടം വരെ അല്ലേ? തീർച്ചയായിട്ടും. അപ്പം ഇപ്പം നാടകക്കാരനാവാൻ പെട്ടെന്ന് വെക്കും, അവനിപ്പോൾ ഉത്സവം അല്ലെങ്കിൽ പരിപാടി സീസൺ ആയി കഴിഞ്ഞാൽ മാത്രമേ പരിപാടി ഉണ്ടാവുള്ളൂ എന്ന് പറയുന്ന ഒരു ടോക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് ഇപ്പം ആ കല്യാണത്തിൻ്റെ മാത്രമല്ല, വീട്ടിൽ നിന്നാണെങ്കിലും എന്തെങ്കിലും സ്ട്രഗിളൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം എൻ്റെ ഏട്ടന്മാർ ഒക്കെ നല്ല സ്ഥിതിയിലാവുക, അവർ പറഞ്ഞ മാതിരി മര്യാദയ്ക്ക് പഠിക്കുന്നു, ഇതാവുന്നു, ജോലി കിട്ടുന്നു, അവരവരുടെ സാമർത്ഥ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പിന്നെ കച്ചവട ബിസിനസ്സുകൾ ചെയ്യുന്നു, അങ്ങനെ ആവുന്നു. അപ്പോൾ അവർക്കൊരു കാറുണ്ട്, ഇതുണ്ട്. അപ്പം നമ്മളെ നേരെ ഓപ്പോസിറ്റായിരിക്കും. നമ്മൾ വീട്ടിലൊരാവശ്യം കിട്ടൂല. അതുപോലെ തന്നെ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻ വരുവാണെങ്കിലായിരിക്കും ചോദിക്കുക പെട്ടെന്ന്. വരുന്ന അമ്മാവന്മാരും അമ്മായിമാരും അടക്കം എല്ലാവരും വന്നിട്ട് ചോദിക്കും എന്താ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇപ്പൊ എന്താ പരിപാടി അല്ലേ? അങ്ങനെ അല്ല ഇപ്പൊ എല്ലാവരും അനുഭവിച്ചിട്ടുണ്ട ഒരു കാര്യങ്ങളായിരിക്കും. കലാകാരന്മാർക്ക് എല്ലാവർക്കും ഇത് അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ട് അല്ലേ? പിന്നെ അപ്പൊ ഈ നാടകത്തിൽ നിന്ന് ചേട്ടൻ ഈ സിനിമയിലേക്ക് വന്നപ്പം എന്തൊക്കെ ഗുണങ്ങൾ ചേട്ടൻ ഉണ്ടായിട്ടുണ്ട്? ഇതിനകത്ത് നമുക്ക് ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ പല മെച്ചങ്ങളും ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഗുണങ്ങളെ കാണുമ്പോൾ നമ്മുടെ മനസ്സിന്റെ സന്തോഷങ്ങളാണ് കുറെ കാര്യങ്ങൾ. ഒന്ന്, നമ്മളെല്ലാവരും പെട്ടെന്ന് അറിയപ്പെടുന്നുണ്ടെന്നല്ല, നാടകത്തിനേക്കാൾ ഉപരി സിനിമയിലായാൽ തന്നെ എല്ലാവരും അറിയുന്നുണ്ട്. എങ്ങനെയായാലും നമ്മൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ ചിലവരിങ്ങനെ നോക്കും. അപ്പം നമുക്ക് തോന്നുന്നു, നമ്മുടെ സിനിമയിലെ അഭിനയിച്ചതിനെ കൊണ്ടാണ് നോക്കുന്നത്
എങ്ങനെയായാലും ആളുകൾ ശ്രദ്ധിക്കാൻ ഉണ്ടാവില്ല. അപ്പൊ അതിന്റെ എത്ര വർഷമായിട്ടുണ്ടാവും ഈ സിനിമ ഫീൽഡിലേക്ക് വന്നിട്ട്? എത്ര വർഷം? സിനിമ വീട്ടിൽ വന്നിട്ട് ഇപ്പോൾ ഒരു 10-25 വർഷം, 30-30 വർഷമായി തോന്നുന്നത്. കാരണം എൻ്റെ ആദ്യത്തെ സിനിമ അഭിഭാഷകൻ്റെ ഡയറിക്കുറിപ്പ് വന്ന സിനിമ, മമ്മൂക്കയുടെ പടം. പിന്നെ സത്യനന്ദിക്കാടിൻ്റെ എന്നും നന്മകൾ എന്ന് പറഞ്ഞു. ഇത് രണ്ടും ആദ്യത്തെ ആദ്യം ഷൂട്ടായത് എനിക്ക് തോന്നുന്നു എന്നും നന്മകളാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ റിലീസായത് മറ്റേ ഇതാണെന്നാണ് തോന്നുന്നു, അഭിഭാഷകൻ്റെ. അതിനകത്ത് വളരെ പെട്ടെന്നുണ്ടായ ഒരു അത് നല്ലൊരു സൂപ്പർ ഹിറ്റ് പടവും അതിൻ്റെ അകത്ത് പാട്ടുകളും ഒരു പാട്ടും കണ്ടുണ്ടെന്ന് തോന്നുന്നു അതിൻ്റെ അകത്ത് അല്ലേ? മഴ പെയ്ത് മാനം തെളിഞ്ഞ നേരം പാട്ട്. അല്ല, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആ പാട്ട് ആൾക്കാർക്ക് ക്യാച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ സിനിമ ആൾക്കാർക്ക് കാണാനുള്ളൊരു ഇത്. അപ്പം ശരിക്കും എനിക്ക് തോന്നുന്നത് ഇപ്പം സിനിമയിൽ വന്നതിന് ശേഷം, അല്ലെങ്കിൽ ചേട്ടൻ എപ്പോഴാണ് കല്യാണം ശരിക്കും കഴിച്ചത്? കല്യാണം കഴിച്ച ഇതാണ് പിന്നെ കഴിഞ്ഞ ലക്ഷം മറ്റേ നാടകം കഴിഞ്ഞു. പിന്നെ നാടകത്തിൽ നിൽക്കുന്ന സമയത്താണ്. നാടകം സിനിമയിൽ കയറി തുടങ്ങിയിട്ടില്ല അപ്പോഴാ സമയത്ത്. അപ്പോൾ ആ സമയത്ത് കല്യാണാലോചന വന്നപ്പോൾ എന്താണ് ശരിക്കും പറഞ്ഞത്? ചെറുക്കൻ എന്താ ജോലി എന്ന് അവർ ചോദിക്കും? അന്ന് എനിക്ക് പേരിന് ജോലി ഉണ്ടായിരുന്നു. അന്ന് ഞാൻ വെസ്റ്റ് ഇന്ത്യ സ്റ്റീൽ കമ്പനിയിലെ വെൽഡറായിരുന്നു. ഞാൻ IT പോയിട്ട് വെൽഡർ സ്പെഷ്യലൈസ് ചെയ്താണ്. അങ്ങനെ അവിടെ സ്റ്റീൽ കമ്പനിയിൽ വെൽഡിങ് ജോലി ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഭയങ്കര രസമാണ്. കാരണം എന്താ വെച്ചാൽ ആ കമ്പനി എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 2 കൊല്ലം വർക്ക് ചെയ്താൽ പിന്നെ ഒരു 3 കൊല്ലം സമരമായിരിക്കും. അങ്ങനത്തെ ഒരു കമ്പനിയായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഭയങ്കര മെച്ചമുണ്ടായിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ ഗ്യാപ്പിലൊക്കെ സിനിമ കമ്പനിയിൽ അധികം ഇതായിരിക്കും, ലോസപ്പ് ആയിരിക്കില്ല, ലേ ഓഫ് ആയിരിക്കും. അതായത് പകുതി ശമ്പളം കിട്ടും, പകുതി അതും കിട്ടും, പകുതി ഇതിനകത്ത് പോവുകയും ചെയ്യാം. പിന്നെ ഒന്നാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പിന്നെ ആരും കുറ്റം പറയില്ല. കാരണം കമ്പനിയിൽ പണി ഇല്ലായിട്ടാണല്ലോ പോണേ. കമ്പനിയിലെ പണി വേണ്ടാന്ന് ചെയ്ത് വലിച്ചെറിഞ്ഞ് പോവുകയല്ലോ. അപ്പം പിന്നെ പറയുമ്പോഴും നമുക്ക് അങ്ങനെ പറയാം, എങ്ങനെ കമ്പനി സമരമാണ് അപ്പം അമ്മ അതിനെ കൊണ്ട് നമ്മൾ പോകണമെന്ന് പറയും. അങ്ങനെയൊക്കെയുള്ള ചുഴിവെളി കൂടെ അങ്ങനെ അങ്ങോട്ടേക്ക് കുറെ കമ്പനി സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? വൈഫ് ആദ്യം കുറേ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, കുറേ സപ്പോർട്ട് ചെയ്തിരുന്നു കേട്ടോ. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ പിന്നെ എൻ്റെ പ്രധാനപ്പെട്ട കാര്യം പറയുകയാണെങ്കിൽ ആ സമയത്ത് എനിക്ക് ഭയങ്കര സാമ്പത്തികമായിട്ട് വളരെ പ്രശ്നമായിരിക്കും. കാരണം വെച്ചാൽ പകുതി ശമ്പളം ഉണ്ടാവുള്ളൂ. സാമ്പത്തിക പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് റെഡിയല്ല, പക്ഷെ ഫാമിലിയായിട്ട് ബന്ധപ്പെടുത്തും. ഇവിടെ ഫാമിലിയുള്ളവരും പെങ്ങളും ഇവരൊക്കെ ഗവൺമെൻറ് ജീവനക്കാരും അവരൊപ്പം നിൽക്കാനുള്ള പ്രയാസമാണ്. അല്ലാണ്ട് ഉള്ള പൈസ നമുക്ക് എനിക്ക് ഭാര്യ പെൺകുട്ടി ധാരാളം മതി. പക്ഷെ അവരൊപ്പം നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നങ്ങൾ. അപ്പം ആ സമയത്ത് ഞാൻ പറയാൻ കാരണം വെച്ചാൽ പിന്നെ പുസ്തകങ്ങളൊക്കെ നമ്മൾ നാടകങ്ങൾ പല പുസ്തകങ്ങൾ കാണും നമ്മൾ അവിടെ ഇവിടെയൊക്കെ. അത് വാങ്ങാൻ പറ്റൂല. കാരണം വെച്ചാൽ ഇവിടെ കുട്ടിക്ക് പുസ്തകം വായിക്കുന്നുണ്ടാവില്ല. ചേട്ടൻ വായിക്കുന്ന ആളാണ് നന്നായിട്ട്? അത്യാവശ്യം വായിക്കാറുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ ആ സമയത്ത് നമ്മളെ നാട്യശാസ്ത്രം എന്ന് പറഞ്ഞ പുസ്തകം കിട്ടാൻ വേണ്ടി അങ്ങനെ നടക്കുന്ന സമയത്ത് ഞാൻ ലൈബ്രറിയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നിട്ട് അത് മുഴുവൻ എഴുതിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. ഇത്ര വലിയ പുസ്തകമാണ്, എഴുതിയെടുക്കാൻ പറ്റൂല. എന്നാലും വേറെ നിവൃത്തിയില്ലാത്തതിനെ കൊണ്ട് അപ്പോൾ ആ സമയത്ത് വൈഫ് എനിക്ക് എഴുതി തരുമെന്ന് പറയാം. അങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന പറയാണ്ട്. അത് ശരി. മക്കളുണ്ടോ ചേട്ടന്? ഇപ്പം 2 മക്കളുണ്ട്. അവരെന്തൊക്കെ? 2 പേരും പെൺകുട്ടികളാണ്. അവർ 2 ഇതേമാതിരി നമ്മുടെ ഫീൽഡിൽ തന്നെയാണ്. ഒരാൾ മനോരമ ചാനലിൽ വർക്ക് ചെയ്തിരുന്നു. ഇപ്പം അത് ഒഴിവാക്കിയിട്ട് സ്വന്തമായിട്ടൊരു എഡിറ്ററാണ് അവിടെ. പിന്നെ സ്വന്തം ചാനൽ നടത്തുന്നുണ്ട്, വൈഡ് ആംഗിൾ എന്ന് പറഞ്ഞിട്ട്. രണ്ടാമത്തെ മകള് മീഡിയ 1 സൗണ്ട് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നത്. അവരുടെ ഹസ്ബൻഡും ഇതൊക്കെ തന്നെയാണ് ചെയ്തത്. ഒരാൾ പിന്നെ സ്വന്തം സ്റ്റുഡിയോ വെച്ചിട്ട്. പക്ഷെ ഇപ്പൊ എല്ലാരും ചേട്ടൻ അംഗീകരിക്കുന്നുണ്ട് അല്ലേ? ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യ സിനിമകൾ എനിക്കൊന്ന് ഹെലൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷമാണ് രജിസ്റ്റർ ആയി എന്ന് പറയാൻ പറ്റും അല്ലേ? ചേട്ടൻ ആ ഒരു സിനിമയുടെ എക്സ്പീരിയൻസിനെ പറ്റി എന്തെങ്കിലും? അത് ആദ്യം ഞാൻ എനിക്ക് അഭിഭാഷകൻ്റെ ഡയറിക്കുറിപ്പാണ് സ്ട്രൈക്ക് ചെയ്ത പടം. പിന്നെ അതിനുശേഷം ഒരുപാട് പടങ്ങൾ പിന്നെ വന്നും പോയി ഇങ്ങനെ കളിച്ചിരുന്നു. അതായത് പിന്നെ ചില വേഷങ്ങൾ ഉണ്ടാവും, ആ വേഷങ്ങളിൽ വളരെ ചെറിയ വേഷങ്ങളായിരിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെ ഇത് കഴിഞ്ഞ വർഷം പിന്നെ കുറേ പടം ഞാൻ നോക്കിയത്, പിന്നെ കിട്ടുന്നത് ഇതായില്ല. പിന്നെയാണ് ഹെലൻ എന്ന് പറഞ്ഞ പടം കിട്ടുന്നത്. ഹെലൻ എന്ന് പറഞ്ഞ പടം കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഏതായിരുന്ന പടം ശ്രീനിവാസൻ്റെ മകൻ വിനീത് ശ്രീനിവാസൻ അഭിനയിക്കുന്ന ഒരു പടം ഉണ്ടായിരുന്നു, മനോഹരം. മനോഹരം എന്ന് പറഞ്ഞ പടത്തിൻ്റെ അകത്ത് എൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു എൻ്റെ പ്രൊഡ്യൂസറെ സൈഡിൽ നിന്നത്. അപ്പോൾ അവൻ്റെ കെയർ ഞങ്ങളങ്ങനെ അവിടെ നിന്നത്. അപ്പോൾ അങ്ങനെ വിനീതനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അച്ഛൻ്റെ കൂടെയൊക്കെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു, വല്ല ചാൻസ് ഉണ്ടെങ്കിൽ അത് പറയണമെന്നൊക്കെ പറഞ്ഞത്. അങ്ങനെ ഒരു പ്രാവശ്യം ഒരു പോലീസുകാരൻ്റെ ഒരു വേഷത്തിൽ ഏതൊരു സീരിയലോ എന്തോ ചെയ്യുന്ന സമയത്ത് ആ ഫോട്ടോ ചുമ്മാ അയച്ചെടുത്ത്. അങ്ങനെയാണ് ഈ പടം എടുക്കുമ്പോൾ ഒരു പോലീസുകാരൻ്റെ വേഷത്തിലേക്കാണ് അവൻ വിടുന്നത്.
അങ്ങനെ അവിടെയൊക്കെ അവിടെ ചെന്ന് നോക്കുന്ന സമയത്ത് പിന്നെ പോലീസുകാരൻ്റെ വേഷമല്ല എന്നോട് ഡയറക്ടർ പറയുന്നത്. ഡയറക്ടർ പറഞ്ഞ ജയലേട്ടാ നിങ്ങൾക്ക് വിജയേട്ടൻ പറഞ്ഞങ്ങനെ പോലീസുകാരൻ്റെ വേഷമായിരുന്നു, പക്ഷേ ഞങ്ങൾ കണ്ടതിപ്പം വേറെ വേഷമാണ്. പോലീസുകാരൻ അത്ര തന്നെ വലിയ റോളൊന്നുമല്ല, ചെറിയ റോളാണ്. പിന്നെ അപ്പം സബ്ജക്റ്റ് ഇങ്ങനെ പറയുകയും ചെയ്തു ചെറിയ. അപ്പോൾ സബ്ജക്റ്റ് വായിച്ച് കേട്ടപ്പോൾ എനിക്ക് തോന്നി ഇതാണ് പോലീസുകാരനെ കേട്ടോ നന്നാവാൻ സാധ്യതയാണെന്ന് തോന്നി. ആയിക്കോട്ടെ എന്നും പറഞ്ഞു. ശരിക്കും സ്ട്രൈക്ക് ചെയ്ത അത് ആ വേഷം നന്നായിട്ട് സ്ട്രൈക്ക് ചെയ്യുകയും. എല്ലാ ഡയലോഗ് എനിക്ക് ഹെലനിലെ എന്തെങ്കിലും ഡയലോഗ് ചേട്ടൻ ഓർമ്മയുണ്ടോ? അങ്ങനെ ഓർമ്മയില്ലെന്ന്. നമ്മൾ ആ മറ്റേ ഡോറ് തുറന്നിട്ട് ആൾക്കാർ ഇറങ്ങി വരുന്നൊരു സീനുണ്ടല്ലോ ക്ലൈമാക്സിൽ കണ്ടെത്തുന്ന സമയത്ത്. അപ്പോൾ ചേട്ടൻ ആ മറ്റേ കുറേ ആൾക്കാർ റഷായിട്ട് നിൽക്കുന്ന സമയത്ത് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. എനിക്കതിൻ്റെ അത്ര ഓർമ്മയില്ല ഡയലോഗൊന്ന്. പിന്നെ അത് നമ്മൾ ആ മൂഡിൽ അങ്ങനെ പറയുന്നതിൻ്റെ ഒരു സുഖം ഇപ്പം നമ്മൾ പെട്ടെന്ന് പറയുന്ന സമയത്ത് ഉണ്ടാകുമെന്നറിയില്ല. ശരിക്കും ഈ സിനിമ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അകത്ത് ഹീറോയിനായിട്ട് മറ്റേ ലീല എന്ന് പറയുന്ന മാഡമാണല്ലോ വൈഫായിട്ട് അഭിനയിച്ചത്. അവർ ഭയങ്കര ഒരു ഡാൻസർ അല്ലേ? അപ്പോൾ ഈ സ്റ്റോറി പറഞ്ഞ സമയത്ത് ചേട്ടനാണ് ഈ സിനിമയിലെ ഹീറോ എന്ന് പറയുമ്പോൾ അവർ ഓക്കെ എന്നാ അങ്ങനെ? അതെന്തായിട്ട് രസം വെച്ചാൽ എന്നോട് ഡയറക്ടർ പറയുന്ന സമയത്ത്, എന്നെ കാസ്റ്റ് ചെയ്യുന്ന സമയത്തും ഷൂട്ട് തുടങ്ങുന്നെന്നും പിന്നെ നടീനെ തീരുമാനിച്ചിട്ടില്ല. നടി നമുക്ക് കഴിയുന്നതും വീടിൻ്റെ അടുത്തുള്ള അല്ലെങ്കിൽ ഞങ്ങളുടെ ദേശത്തന്നെയുള്ള ആരെങ്കിലും ആയിരിക്കും എന്നൊക്കെയാണ് പറഞ്ഞിരുന്നു. അങ്ങനെയാണ് ഫസ്റ്റ് ഡേ പോകുന്നത്. ഈ സമയത്താണ് പെട്ടെന്ന് ഇവരെ വിളിക്കുന്നതും ഇവർക്ക് പെട്ടെന്ന് ഭാഗ്യത്തിന് കിട്ടുന്നതും. ഇവരും അറിഞ്ഞിട്ടില്ല സത്യത്തിൽ പിന്നെ ഇങ്ങനെ ഒരു നടിയാണെന്നുള്ളത്. സത്യം പറഞ്ഞാൽ ഷൂട്ട് കഴിഞ്ഞ് ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് നമ്മൾ അഭിനയിക്കുന്നത് ഒരാളുടെ അഭിനയിക്കുന്നത്. അവരുടെ അഭിനയിച്ച എക്സ്പീരിയൻസ് എന്താ ചേട്ടന്? ഫുൾ ഫ്രീഡം ആയിരുന്നു? ഫുൾ ഫ്രീഡം ആയിരുന്നു അവര്. അത് ശരി. അവർ ഭയങ്കര അങ്ങനത്തെ യാതൊരു ഇതും ഇല്ലാത്തൊരു സ്ത്രീയായിരുന്നു. നല്ല സുഖമായിട്ട് അഭിനയിക്കാൻ പറ്റുന്ന എന്തും പറയാം. പക്ഷെ എന്താ വെച്ചാൽ അവർ കുറേ മറ്റേ ഭയങ്കര മെച്ചേർന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമ്മൾ ഈ ഗാന്ധിസൊക്കെ പറയുന്നത് ഭയങ്കര ഇതായിരുന്നു അവർ. അപ്പോൾ സെറ്റിൽ എവിടെയെങ്കിലും വേസ്റ്റ് കിടക്കുന്നുണ്ടാൽ അത് അവരെന്നെ പോയി പെറുക്കിക്കൊണ്ട് ഇതിലിടും. അങ്ങനെയൊക്കെ ഭയങ്കര സമയം പറഞ്ഞാൽ 8 മണി എന്ന് പറഞ്ഞാൽ കറക്റ്റ് 8 മണിക്ക് ലൊക്കേഷൻ എത്തും. എല്ലാവരും എത്തണം. അവർ മാത്രം എത്തി, അവർ ബാക്കി എല്ലാവരും എത്തണം, അല്ലെങ്കിൽ എല്ലാവരും ഫയർ ചെയ്യുന്ന മാതിരിക്കാണ്. ശരിക്കും അവർ ബെഡ്റൂമിൽ പോയ പരമ്പര ഞെട്ടിപ്പോവും. അപ്പം വന്ന് കയറി റൂം എടുത്താൻ തോന്നുന്നുണ്ട്. എല്ലാ സാധനവും അത്രയും പെർഫെക്റ്റ്, ഓരോ സാധനം എടുത്ത് അവിടെ എവിടെയൊക്കെ വെക്കുന്നത് അങ്ങനത്തെ നീറ്റായിട്ട് കൊണ്ട് നടക്കുന്നത്. അപ്പോൾ അവരെ ആക്ടിങ്ങിൽ അങ്ങനെ തന്നെയാണ്, അവർ ചെയ്യുന്ന എല്ലാ പെരുമാറ്റത്തിലും അങ്ങനെ തന്നെയാണ്. ആ ഒരു സ്വഭാവം മൊത്തം എല്ലായിടത്തും ഉണ്ടായിരുന്നു. അതൊക്കെയാണ് എനിക്ക് ഭയങ്കരമായിട്ട് മെച്ചം കിട്ടിയത്. ശരിക്കും എന്നേക്കാൾ ഉപരി 10 ഇരട്ടി അവർ അഭിനയിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് ആക്ടിങ് എന്ന് പറയുമ്പോൾ അങ്ങോട്ട് കൊടുത്ത് ഇങ്ങോട്ട് വാങ്ങുന്നത് അതാ ഉണ്ടായത്. അപ്പോൾ അവർ തരുന്ന സാധനം അതിഭീകരമായിരുന്നു. അതുകൊണ്ട് നമുക്ക് ശരിക്കും ഞാനല്ല അവരെ ഇതിനെ കൊണ്ടാണ്. ഈ സിനിമ തിയേറ്ററിൽ പോയിട്ട് വൈഫിനെ കൂട്ടി പോയി കണ്ടോ പടം? അപ്പോൾ എന്താണ് വൈഫ് അതിൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞത്? വൈഫ് അങ്ങനെ പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നും പറയാനില്ല. കാരണം അതിൻ്റെ മുമ്പിൽ നിന്ന് നാടകങ്ങളൊക്കെ കാണുന്നതിനെ കൊണ്ട്. എന്നാലും ആ ഒരു ഇതിനെപ്പറ്റി എന്താണ് പറഞ്ഞത്? ആ ഒരു കെമിസ്ട്രീനെ പറ്റി എന്താണ് പറഞ്ഞത്? അവരിങ്ങനെ ഇല്ല വലിയ അഭിപ്രായങ്ങളും കാര്യമൊന്നുമില്ല. അവർക്ക് വലിയ അഭിപ്രായം കാര്യങ്ങൾ അങ്ങനെ സിനിമയെ പറ്റി പറയുന്ന കാര്യങ്ങളൊന്നുമല്ല. ബാക്കിയുള്ളവർ പറയുമ്പോൾ അങ്ങനെ കേൾക്കുന്നല്ലാതെ. ഇപ്പോൾ ചേട്ടൻ ആദ്യമായിട്ട് ചെയ്ത നാടകത്തിൽ ഏതെങ്കിലും ഒരു ഡയലോഗ് ഓർമ്മയുണ്ടോ? ഫസ്റ്റ് പറഞ്ഞ എന്തെങ്കിലും ഒരു ഡയലോഗ്? അങ്ങനെ എനിക്ക് ഡയലോഗ് പറയുന്നത് താല്പര്യമില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് അതിൻ്റെ ഒരു മൂഡ് വരുമ്പോഴേ ഡയലോഗ് ഡെലിവറി ചെയ്ത് ശരിയാവുള്ളൂ. മറ്റുമ്പോൾ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും വരുമ്പോൾ ഒരു ഡയലോഗ് ഡെലിവറി സുഖം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. നമ്മൾ വെറുതെ ഡയലോഗ് പറയാമെന്നുള്ളത്. പിന്നെ അല്ലെങ്കിൽ മോഹൻലാലും വരൊക്കെ പറയുന്ന മാതിരി കട്ടിയൊരു ശക്തിയുള്ള എന്താ പറയുക മണിയൊക്കെ പറയുന്ന മാതിരി ഡയലോഗ് അങ്ങനെ പറയാനില്ല. ഇപ്പോൾ ഒരുപാട് മെയിൻ സ്ട്രീമിലുള്ള ആർട്ടിസ്റ്റിൻ്റെ കൂടെ അഭിനയിച്ചിട്ടില്ലേ? സൂപ്പർ താരങ്ങളുടെ ഒക്കെ കൂടെ എല്ലാവരും കൂടെ അഭിനയിച്ചിട്ടുണ്ട്. അതിനേക്കാൾ ഉപരി ഒരുവിധം എല്ലാ ഡയറക്ടേഴ്സിനും കൂടെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ചേട്ടന് ഏറ്റവും കൂടുതൽ ചേട്ടനെ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന അങ്ങനെ ഏതെങ്കിലും ഒരു ആക്ടർ? എനിക്ക് അടൂർ സാറിൻ്റെ കൂടെ അഭിനയിച്ചപ്പോൾ ഉണ്ടായിരുന്ന ഒരു അനുഭൂതി കുറേ ഇതുണ്ട്. കാരണം എന്താ വെച്ചാൽ ഒരുപാട് ആൾക്കാരെ ആരും മോശമായിട്ടാണെന്നല്ല പറയുന്നത്. സാറിൻ്റെ ഒരു ആക്ടിങ് സ്റ്റൈൽ എങ്ങനെ അതിൻ്റെ ഡയറക്ടർ എന്ന് വെച്ചാൽ എന്നെ പിന്നെ ഒരു പ്രാവശ്യം ഞാൻ ഇങ്ങനെ ഡെയിലി അധിക പ്രാവശ്യം സാറിന് ഫോൺ ചെയ്യും. എങ്ങനെ ഫോൺ നമ്പർ കിട്ടി ഫോൺ ചെയ്യും, കത്തുകൾ അയക്കും. അന്ന് കത്താണല്ലോ വേണ്ടിയിട്ട്. പിന്നെ ഈ മറ്റേ ന്യൂ ഇയറിന് അങ്ങനത്തെ കാര്യങ്ങൾക്ക് വിഷുവിന് ഓണത്തിനൊക്കെ ഇത് വെച്ചത്. അങ്ങനെ ഒരു പ്രാവശ്യം എന്നെ വിളിക്കപ്പെട്ടു. ഇങ്ങോട്ട് വിളിച്ചു? ഇങ്ങനെ ഒരു പടമുണ്ട്, പിന്നെ ഒന്ന് വന്ന് പടം ഒന്ന് വന്ന് കാണാൻ വേണ്ടി പറഞ്ഞു. അത് ഏതേന് കഥാപുരുഷൻ എന്ന് പറഞ്ഞ പടത്തിന്. കഥാപുരുഷൻ. അപ്പോൾ ഞാൻ തിരുവനന്തപുരം പോയി. അപ്പോൾ അങ്ങേരെ എന്നെ കുറേ സ്റ്റിൽ ഫോട്ടോ എടുത്ത് പിന്നെ എന്നിട്ട് പറയും താടിയും മീശയൊന്നും മേടിക്കണ്ട,
ഞാൻ വിളിച്ചാൽ ആ പിറ്റേന്ന് വന്നാളം പറഞ്ഞു. അങ്ങനെയാണ് ഫസ്റ്റ് പ്രൊഡ്യൂസറായിട്ട് ബന്ധപ്പെടുന്നത്. അങ്ങനെ സാറ് ഒരു ദിവസം വിളിക്കുന്നു, ഞങ്ങൾ പോകുന്നു, പിന്നെ ഷൂട്ട് എടുക്കുന്നു. ഷൂട്ട് എടുക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെ മാക്സിമം അദ്ദേഹം കണ്ട് നമ്മളെ കൊണ്ട് മാക്സിമം ചെയ്യാവുന്നതിൻ്റെ മാക്സിമം അവർ പിടിച്ച് വാങ്ങുന്ന മാതിരി വാങ്ങിയിട്ടാണ് അഭിനയിപ്പിക്കുന്നത്. അതിനൊരു എങ്ങനെ പറയേണ്ട ഒരു രീതി, നമ്മളെ കൊണ്ട് മാക്സിമം അവിടെ യാതൊരു ധാരണയില്ല. ഇയാൾ പ്രായമായ ആളല്ലേ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വിചാരമില്ല, ചെയ്യിപ്പിക്കൽ തന്നെയാണ് അതിന് മാക്സിമം സംഭവം ചെയ്തങ്ങാണ്ട് അങ്ങനെ എടുക്കുന്ന ആക്ടിങ് എടുക്കുന്ന ഒരു രീതിയാണ് അങ്ങനെ. അതാണ് എനിക്ക് വേറെ തന്നെ തോന്നുന്നത്. മറ്റ് വേറൊരു പടത്തിൽ എനിക്കുള്ള അനുഭവം എന്താ വെച്ചാൽ, പിന്നെ ആക്ടർ വിളിക്കുന്നു, അല്ല ഡയറക്ടറെ പോയി കാണുന്നു, ഡയറക്ടർ വേഷം പറയുന്നു, പക്ഷേ ഡയറക്ടർ കാണിക്കുന്ന ആക്ടറാണ്, ഇദ്ദേഹം പോരെ, ഇയാൾ പോരെ ആ വേഷത്തിന് നിന്നില്ല. അപ്പം ആ നടൻ നോക്കിയിട്ടാൽ മതി, ഇയാൾ മതി എന്നറിയുന്നത്. അത് അന്ന് പിന്നെ വേറെ ആരും ഇല്ലാത്തതിനെ കൊണ്ട് പെട്ടെന്ന് ഞാൻ വന്ന് വിടുകയും അങ്ങനെ ആ റോൾ ചെയ്യുകയും ചെയ്യുന്ന പറയുന്നത്. അപ്പം ഇത് തമ്മിലുള്ള വ്യത്യാസമേ, അവരെ സിനിമയ്ക്ക് വേണ്ടി അവർ ആദ്യേ ആളെ കണ്ടെത്തുകയും അതിന് വേണ്ടിയിട്ടുള്ള എല്ലാം പ്രിപ്പയർ ചെയ്യുകയും അങ്ങനെ ചെയ്യുന്ന സിനിമാ രീതിയുണ്ട്. അപ്പം തന്നെ ആളെ കണ്ട് ഞാൻ മതി എന്ന് പറയുന്ന രീതിയിൽ അങ്ങനെ ചെയ്യുന്ന രീതിയുണ്ടെന്ന് പറയാം. ഇപ്പോൾ സൂപ്പർ സ്റ്റാറുകളിൽ ചേട്ടൻ ഏറ്റവും അടുപ്പം ആരോടാ? ഇപ്പം ഒരുപാട് ആൾക്കാരുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ടാവുമല്ലോ. തീർച്ചയായും മമ്മൂട്ടിയുടെ കൂടെ, മോഹൻലാലിൻ്റെ കൂടെ ഒക്കെ ചെയ്തിട്ടുണ്ട്. ചേട്ടന് കൂടുതൽ അടുപ്പം മമ്മൂട്ടിയായിട്ടാണ് പിന്നെ കൂടുതൽ ഇതാക്കുന്നത്. കാരണം വെച്ചാൽ ഇപ്പം അടുത്ത് സാറിൻ്റെ കൂടെ പിന്നെ ഇതായിരുന്നത് ഒരു പടം ചെയ്തിരുന്നു, ഒരു ഫോട്ടോഗ്രാഫറായിട്ടാണ്. അപ്പം എത്രയോ വർഷമായി, എത്രയോ കാലമായി കണ്ടിട്ട്. അപ്പം അങ്ങനെ തന്നെ കണ്ട പടം, ജയരാജ് കുറെ കാലമായാലോ കണ്ടിട്ട്. അപ്പം ഞാൻ തന്നെ ഞെട്ടിപ്പോയി. നമ്മളങ്ങനെ അതെ അതെ. ഇപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പിന്നെ നമ്മുടെ പിന്നെ MT സാറിൻ്റെ ഓളവും തീരവും രണ്ടാമത് ചെയ്യുന്നുണ്ട്. അത് മോഹൻലാലാണ് മധുസാറിൽ ചെയ്യുന്ന വേഷം ചെയ്യുന്നത്. ഓ അത് ശരി. അപ്പം അതിനകത്ത് ഷൂട്ട് തുടങ്ങിയില്ലല്ലോ? മുഴുവൻ കഴിഞ്ഞു. അത് സിനിമയല്ല, അത് പിന്നെ 10 സീരിയലിൽ ചെറിയ ചെറിയ ഷോർട്ട് ഫിലിം, അതായത് MTയുടെ 10 ചെറുകഥകളാണ് ചെയ്യുന്നത്. ഈ ചെറുകഥകളിൽ ഓളം തീരും എന്ന് പറയുന്ന സാധനം ചെറുകഥയാണ്, സിനിമ ആക്കിയെങ്കിലും കൂടി ചെറുകഥയാണ്. അതായിരുന്നു ചെയ്തിരുന്നത്. അപ്പം അന്ന് അത് ചെയ്തിരുന്നത് കോഴിക്കോട് ഉണ്ടായിരുന്ന നിലമ്പൂർ പാലേട്ടനായിരുന്നു. ആ നിലമ്പൂർ പാലേട്ടൻ്റെ വേഷമായിരുന്നു ഞാൻ ചെയ്തിരുന്നത്. അങ്ങനെ ഞാനത് പറയാൻ കാരണം വെച്ചാൽ, പിന്നെ രാജ് സാറിൻ്റെ കൂടെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ കുറച്ച് കഴിഞ്ഞ് അങ്ങേരിങ്ങനെ പിന്നെ ഒരു പുഴേൻ്റെ മരം കൊണ്ടുപോകുന്ന സാധനമൊക്കെ ഉണ്ട്. അതൊക്കെ പെരും മഴയും കൊണ്ടും കണ്ട് അതിങ്ങനെ പോണ പോക്കിനോട് പറഞ്ഞേ, നമ്മളെപ്പോഴും അഭിനയിച്ചിട്ടുണ്ടല്ലോ അല്ലേ എന്ന്. അവരൊക്കെ ഓർമ്മയിൽ നമ്മളെ സമ്മതിച്ചിട്ട് ഇത്രയും പടങ്ങൾ ചെയ്തിട്ട് നമ്മൾ വെറുതെ സൈഡിൽ കൂടെ പോയാൽ നമ്മളൊക്കെ ഇവരെപ്പോഴും ഓർക്കുന്നത് ഇവിടെ. അത് അവർ ഓർക്കും. കാരണം അവരുടെ ആ ഓർമ്മയും അവരുടെ ആ ഒരു ഡെഡിക്കേഷനുമാണ് അവരിപ്പോഴും ഇവിടെ നിൽക്കുന്നതിൻ്റെ ഒരു കാരണമെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് വല്ലാതെ ഇതായി പോകും സാധനങ്ങളൊക്കെ അങ്ങനെ ഓർക്കുന്നില്ലെന്ന് പറയാം. ഇപ്പൊ ചേട്ടൻ ഓൾറെഡി ഓക്കെ ആണ്, കാരണം ഫാമിലിയിൽ എല്ലാവരും മക്കളും ഓക്കെയാണ്, സിനിമ ലൈഫ് ഓക്കെ. ഇപ്പൊ കിട്ടുന്ന ലാഭമാണ്. ഇപ്പൊ അത്യാവശ്യം ഇഷ്ടംപോലെ സിനിമകളുണ്ട് അല്ലേ? ഇഷ്ടംപോലെ ഇല്ലെങ്കിലും അത്യാവശ്യം സിനിമകളുണ്ട്. പക്ഷെ എന്തായാലും ഇപ്പം പറഞ്ഞാൽ നമുക്കൊരു പിന്നെ ഇതാണ്, കാരണം അത്ര വലിയ ടെൻഷനില്ല. പിന്നെ കുട്ടികൾ അത്യാവശ്യത്തിലേക്കായി. പിന്നെ ഇനിയിപ്പോൾ ആരോഗ്യം മാത്രമേ നമ്മുടെ പ്രശ്നമുള്ളൂ. ആരോഗ്യം തരികയാണെങ്കിൽ നമുക്കിങ്ങനെ സിനിമകളൊക്കെ ചെയ്ത് ഇങ്ങനെ പൊളിച്ചങ്ങ് പോകും. ഇനിയിപ്പോൾ സിനിമ പാഷൻ കൊണ്ട് നടക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ടാവൂലേ, സിനിമയിൽ വരണം അല്ലെങ്കിൽ സിനിമയിൽ എന്തെങ്കിലും ആവണം, അവരോടൊക്കെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ചേട്ടൻ എന്താണ് പറയാൻ തോന്നുന്നത്? എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് പറയാൻ തോന്നുന്നത്, നമ്മളിങ്ങനെ മെനക്കെടുക എന്നുള്ളത് തന്നെ. ഇതിനു വേണ്ടി കണ്ട് നമ്മൾ ഇപ്പോൾ അവരുടെ ലൈഫിൽ അവരുടെ ജോബ്സ് എല്ലാം ഇപ്പോൾ പഠിച്ചതിന് ശേഷമാണെങ്കിൽ ആ ജോലിക്കൊന്നും പോവാതെ അല്ലെങ്കിൽ ഇതിൻ്റെ പുറകെ നടന്നു കഴിഞ്ഞാൽ അവർ ഈ ഒരു കാലഘട്ടത്തിൽ, പണ്ട് നമുക്ക് പറയാമായിരുന്നു, ഈ ഒരു കാലഘട്ടത്തിൽ അവർക്ക് എന്തെങ്കിലും അച്ചീവ്മെൻറ്റ് കിട്ടുമെന്ന് ചേട്ടന് തോന്നുന്നുണ്ടോ? എനിക്കൊന്ന് കഴിഞ്ഞ പണ്ടത്തേക്കാളും കൂടുതൽ ഇപ്പോഴല്ലേ കിട്ടാൻ സാധ്യത എന്ന് എനിക്ക് തോന്നുന്നത്. ഒരുപാട് അവസരങ്ങളുണ്ട്, പല ആൾക്കാരും കണ്ടെത്താൻ. സാമ്പത്തിക പ്രശ്നങ്ങളാണ് സാമ്പത്തികം ഇതേമാതിരി തന്നെ നമ്മൾ ഉണ്ടാക്കി എടുത്ത് ചെയ്യാനുള്ള സാഹചര്യങ്ങളും സന്ദർഭങ്ങളൊക്കെ ഇപ്പോൾ പണ്ടത്തേക്കാളും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അവർക്ക് അത് പിന്നെ അവനവൻ്റെ ഭാവി അങ്ങോട്ടേക്ക് നിശ്ചയിച്ച് ഇറങ്ങൽ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഇറങ്ങുന്നവൻ തന്നെയുള്ളു. കാരണം നമ്മൾ ഇവർ പറയുന്നുണ്ട്, മത്സ്യത്തെ പിടിക്കാനുള്ള ആഗ്രഹമാണെങ്കിലും കുന്നിൻ്റെ മേലെ ഇരുന്നിട്ട് കാര്യമില്ല. പുഴ പക്കത്തേക്ക് ഇറങ്ങി ചൂണ്ടിട്ട് വെള്ളത്തിൽ ഇറങ്ങിയാൽ തന്നെ അത്
കിട്ടാൻ സാധ്യതയുള്ളൂ. അപ്പോൾ അതേമാതിരി നമ്മൾ ഇതിനു വേണ്ടി ഇറങ്ങി മെനക്കെട്ടിട്ട് കഷ്ടപ്പെട്ട് നടക്കണം. സക്സസ് വരുന്നോടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. തീർച്ചയായിട്ടും അത് ഇന്നും അങ്ങനെയുള്ളവൻ അത് ഉണ്ടാവും, കിട്ടുന്നൊരു കാര്യം ഉറപ്പാണ്. അത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോഴും ഓക്കെയാണ്, കിട്ടും. ഇപ്പോൾ പണ്ടത്തിനേക്കാൾ സാധ്യതകളുണ്ട്. ഇപ്പം നമുക്ക് പെർഫോം ചെയ്യാനുള്ള ഒരുപാട് വേദികളുണ്ട്. കാണാൻ എപ്പോഴാണ് ഇത് കണ്ടെത്തിപ്പെടുക എന്നുള്ളതാണ്. ആരാൽ കണ്ടെത്തിപ്പെടും, ആരെ നമ്മൾ വിചാരിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ നമ്മൾ അവൻ രക്ഷപ്പെട്ടാൽ ഇന്നെ രക്ഷപ്പെടുത്തും എന്നൊക്കെ വിചാരിക്കുന്നത് വെറുതെ ആട്ടാ. അല്ല, മാജിക് ഇപ്പം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇപ്പം എന്തെങ്കിലും മാജിക്കൊക്കെ കാണിക്കാൻ പറ്റുമോ? മാജിക് കാണിക്കാൻ പറ്റും, ചെറിയ സാധനങ്ങൾ കാണിക്കാൻ പറ്റും. അപ്പോൾ എന്തെങ്കിലും ഒരു മാജിക് അങ്ങനെ സാധനമൊന്നുമില്ല. മാജിക് എന്ന് പറഞ്ഞാൽ ഉള്ള സാധനത്തെ ഇല്ലാണ്ടാക്കുക എന്ന രീതിയിലല്ലേ, അങ്ങനെയൊക്കെ കാണിക്കാൻ പറ്റും. അല്ല, എന്നാലും എന്തെങ്കിലും ചെറിയൊരു സംഭവം നമുക്ക് വേണ്ടി. കോയിനൊന്നുമില്ല. കോയിൻ എന്തെങ്കിലും വേണം. കോയിൻ ഉണ്ടോ? നോക്കാം. നോക്കട്ടല്ല, അത് ഇതിപ്പോൾ അത് സ്റ്റേജിനകത്തൊക്കെ ആകുമ്പോഴേക്കും നടക്കുള്ളൂ. എന്നാലും നമുക്ക് വേണ്ടിയിട്ട് ചേട്ടന് ഇത്രയും കഴിവുള്ള ആളാണെങ്കിൽ അവര് ഇതേമാതിരി ഒരു കോയ നമ്മൾ ഇതിനകത്ത് വെച്ചിങ്ങാണ്ട് ഇങ്ങനെ അടിച്ചിങ്ങനെ പിടിക്കും. എന്നിട്ട് ഇതിങ്ങനെ പിടിച്ചിങ്ങാണ്ട് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ കോയ ഉണ്ടാവില്ല. ഇത് നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ കോയ സൂപ്പർ. അങ്ങനെയൊക്കെ ചില കോയൻ്റെ ആളെ മുമ്പിലുള്ള കുറേ ഡിസൈനൊക്കെ കാണിക്കും എന്നല്ലാതെ. അത് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ കോയിനെടുത്ത് നമ്മളിങ്ങനെ അവിടെ വലിച്ചെറിയും, എന്നിട്ട് അവിടെ നിന്ന് മടക്കി. അതൊക്കെ ഒരു പിന്നെ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. അതെ. പിന്നെ അല്ല, ഞങ്ങളുടെ ഏറ്റവും വലിയതെന്ന് പറഞ്ഞാൽ ചേട്ടനെ പോലെയുള്ള ഒരു ലെജൻഡായിട്ടൊക്കെ ഇത്രയും വർഷങ്ങൾ കാലം അല്ല ഈ ഒരു ഫീൽഡിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇത് നിലകൊള്ളുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. എല്ലാവരും എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ വിട്ടുപോകും. കാരണം ജീവിതം അങ്ങനെയാണല്ലോ. അതെ അതെ അതെ. അപ്പം എന്നിട്ടും ഈ സ്ട്രഗിളെല്ലാം എന്താ പറയുക, ഈ സ്ട്രഗിളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് മുന്നേറി ഇവിടം വരെ എത്തുക എന്ന് പറയുന്നത്, ഈ പ്രായത്തിൽ നായകനാകുക, ഇതൊക്കെ പറഞ്ഞ ഭാഗ്യങ്ങളിലൊന്ന് എനിക്ക് വന്ന്. ജോജു ചേട്ടൻ പണ്ട് ഈ ഡയലോഗ് പറഞ്ഞിട്ടുണ്ട്. ജോജു ജോർജ് നടൻ പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ എന്താണ് നമ്മളൊരു കാര്യത്തിനെ ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക, അത് പ്രണയിച്ചുകൊണ്ടിരിക്കുക, ആ പ്രണയം സത്യമാകുമ്പോൾ നമുക്കത് തിരിച്ചു കിട്ടും എന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു മറ്റൊരാളും മറ്റൊരു പ്രതീകം കൂടെയാണ് ചേട്ടൻ. എനിക്ക് ഓർമ്മയുണ്ട് ജോജു ജോർജ്. കാരണം വെച്ചാൽ ഞങ്ങളെ പിന്നെ പട്ടാളം എന്ന് പറഞ്ഞ സിനിമേനകത്ത് അന്ന് ജോജു ജോർജ് ഒരു പട്ടാളക്കാരനാണ്. ഞാനൊക്കെ എൻ്റെ നാട്ടുകാരനാണ്. അതിൻ്റെ അകത്തൊരു വേഷം ഒരു പെട്ടെന്ന് സംഭവം വന്ന സമയത്ത് പിന്നെ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട് പിന്നെ ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. ഇതൊക്കെ ഞാൻ ഓർക്കുന്നത്. ഇപ്പം അങ്ങനെ എവിടെ എത്തി? അതെ അതെ. അല്ല, ആള് അന്നേ മനസ്സിനുള്ളിൽ സംഭവമുണ്ട്. അവരെ മനസ്സിനുള്ള ആ ഒരു ഫയർ മനസ്സിനുള്ളിൽ അല്ലേ, മനസ്സിനുള്ളിൽ ഉണ്ടെങ്കിൽ അത് എന്തായാലും സക്സസ് ആവും അല്ലേ? തീർച്ചയായിട്ടും, യാതൊരു ഡൗട്ടില്ല. നമ്മുടെ ഇതിൻ്റെ പേരെന്തായിരുന്നു? മാറ്റിനി. നമ്മുടെ ഈ മാറ്റിനി എന്ന് പറയുന്ന ഈ സംഭവത്തിന് വേണ്ടി എന്നെ ക്ഷണിച്ചതിനും നിങ്ങളെല്ലാവരും ഇത് കണ്ടിരുന്നതിനും ഞങ്ങളുടെ പടായികൾ കേട്ടിരുന്നതിനും നമസ്കാരം, നന്ദി. ഓക്കെ ഏട്ടാ, താങ്ക് യു.